ISLുമായി ബന്ധപ്പെട്ട് നിലവിലും ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. അതിനാൽ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ തന്നെ എന്താ പറയുക നിർത്തിവെച്ച ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ISLൽ ഏകദേശം ഒരു 7ഓളം ക്ലബ്ബുകൾ നിലവിലൊരു ഫോറിൻ ട്രാൻസ്ഫേഴ്സിൽ, അതായത് വിദേശ സൈനികങ്ങളിൽ കൂടുതൽ കാര്യപ്രദമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള നീക്കങ്ങൾ നടത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ക്ലബ്ബുകളുടെ തീരുമാനത്തെ പൂർണ്ണമായിട്ടും എതിർക്കുവാനും സാധിക്കത്തില്ല. കാരണം ഇനി ISLുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ഒരു സീസണിൽ ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വിദേശ ട്രാൻസ്ഫറുകളിൽ നിന്നും മാറി നിൽക്കുന്ന, അതായത് വിദേശ താരങ്ങളെ ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന ടീമുകൾ എന്താ പറയുക ISLുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാത്ത വിധം ഒരു സൈനിങ് ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലബ്ബുകൾക്ക് വലിയൊരു നഷ്ടം തന്നെ ലഭിക്കുവാനുള്ള വലിയൊരു സാധ്യതയായി മാറും. അതുകൊണ്ട് തന്നെയാണ് പല ക്ലബ്ബുകളും ഈ ഒരു വിദേശ ട്രാൻസ്ഫറുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതെങ്കിൽ പോലും ചില ഇന്ത്യൻ ട്രാൻസ്ഫറുകൾ, അതായത് ഡൊമസ്റ്റിക് സൈനികൾ നടത്തുന്ന കാര്യത്തിൽ അവർ കൃത്യമായിട്ടൊരു ഇമ്പാക്റ്റ് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും അമീർ റാണവഡി, സുമിത് ശർമ്മ തുടങ്ങിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിൽ അമീർ റാണവഡി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് 5 വർഷത്തെ ഒരു ലോങ് ടേം കോൺട്രാക്റ്റിലാണ് എന്നും നമുക്കറിയാവുന്നതാണ്. സോ വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ നിലവിലൊന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ISL 7 ടീമുകളാണ് ഉള്ളത്. അതിൽ മുൻപന്തിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമുണ്ട്. എങ്കിൽ ഈ ഒരു 7 ടീമുകളിൽ കഴിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ എന്താ പറയുക പ്ലേയേഴ്സിനോട്, അതായത് വിദേശ താരങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. തങ്ങൾക്ക് ഏത് ക്ലബ്ബുകൾ, അതായത് മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബുകളിലേക്ക് തങ്ങളുടെ വിദേശ താരങ്ങൾക്ക് ചേക്കേറാമെന്നും അതിനൊരു വിലങ്ങുതടിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് നിൽക്കില്ല എന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തങ്ങളുടെ വിദേശ താരങ്ങളെ അറിയിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ISLുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ISLുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വൈകും തോറും അത് എത്രമാത്രമാണ് ടീമുകളെ അഫക്റ്റ് ചെയ്യുക, എന്താ പറയുക ടീമുകളുടെ പ്രിപ്പറേഷനെ അത് ബാധിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം സാധാരണയായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ സീസൺ ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. ISL ഒക്കെ തുടങ്ങുന്നതിന് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം മുമ്പേ ആരംഭിക്കുന്നതാണ് പ്രീ സീസൺ ഒക്കെ. സോ പെട്ടെന്ന് ഒരു ഡേറ്റ് ഇനി ഫിക്സ് ചെയ്താൽ തന്നെ അത് ആ ഒരു ഡേറ്റിലേക്കുള്ള പ്രീ സീസൺ ഒക്കെ നടത്തുവാനും വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരിക്കാം. അതിന് പുറമെ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ പറയുക ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിഞ്ഞു പോയ ഈ ഒരു മാസത്തോളം ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാസം ആദ്യത്തെ ഒരാഴ്ചയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് ഓഗസ്റ്റ് 31 എൻഡ് ചെയ്യുകയാണ്. അതായത് ഇനി ഒരു ഏകദേശം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 35 മുതൽ 40 ദിവസം വരെ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. സോ അതിനാൽ തന്നെ ഒരുപാട് ടീമുകൾക്കും ഇനിയും വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 3 വിദേശ സ്പോട്ടുകളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. 2 സ്ട്രൈക്കർമാരുടെ പൊസിഷനും അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക സെൻട്രൽ ബാക്കിൻ്റെ പൊസിഷനുമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഇനി ഫില്ല് ചെയ്യാനായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ ബാക്കിയുള്ള 3 വിദേശ താരങ്ങൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഇനി ഭാവിയിൽ തുടരുമോ, ഈ ഒരു അൺസർട്ടനിറ്റി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ തുടരുമോ എന്നൊരു കാര്യം സംശയത്തിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും അവർ തുടർന്നാൽ തന്നെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിട്ടുപോയിട്ടുണ്ടായിരുന്ന മിലോസ് ട്രിൻസിച്ച് എന്ന് പറയുന്ന വിദേശ സെൻട്രൽ ബാക്കിന് പകരക്കാരനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു ആദിൽ താഹിഫ് എന്ന് പറയുന്ന താരം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കൻ താരമാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ മൊറോക്കൻ താരങ്ങൾക്ക് ISLിൽ എത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിന് ഏറ്റവും വലിയ എന്താ പറയുക ഉദാഹരണങ്ങളാണ് നോഹ സദോയി ആവട്ടെ, ബെമാമർ ആവട്ടെ, അതോടൊപ്പം തന്നെ അഹമ്മദ് ജാവു ആവട്ടെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മൊറോക്കൻ താരങ്ങൾ ISLിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ആദിൽ താഹിഫിനെ പോലൊരു മൊറോക്കൻ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം തന്നെയായിരുന്നു. 24 വയസ്സ് പ്രായമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്.
ഒരു മിലോസിൻ്റെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹത്തെ മറ്റൊരു ക്ലബ്ബും നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ നിലവിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇനി ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വെയിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എന്താ പറയുക, അത് രണ്ട് വിധത്തിലും ബ്ലാസ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ എടുത്തു ചാടി ഇതുപോലെ താരങ്ങളെയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ISL നടക്കുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ക്ലബിന് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഇനി ISL പെട്ടെന്ന് നടക്കും എന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഇല്ലാത്തതിനാൽ തന്നെ ഒരു തട്ടിക്കൂട്ട് ടീം നിർമ്മിച്ച ബ്ലാസ്റ്റേഴ്സിന് വരുവാനായിട്ട് പോകുന്ന സീസണിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. സോ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഈ ഒരു ISLൻ്റെ അൺസർട്ടിനിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. സോ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയാം ISLൻ്റെ ഭാവി എന്താവുമെന്ന്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു ലീഗാണ് ISL. സോ അതിനെ എന്താ പറയുക, പെട്ടെന്ന് തുടച്ചു നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക നഷ്ടമാവട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രബിൾ ആവട്ടെ ഒരുപാട് തന്നെ ക്ലബ്ബുകൾക്ക് വരുന്നതായിരിക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇനി കോർട്ടിൻ്റെ ഓർഡർ എന്നൊക്കെയുള്ളത്.